الحمد لله رب العالمين والصلاة والسلام على سيدنا محمد أشرف المرسلين وعلى جميع الأنبياء والمرسلين وآل كل والصحابة أجمعين. أما بعد فأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما خلقت الجن والإنس إلا ليعبدون. മഹാനായ ഖുദ്വത്തുൽ മുഅല്ലിഫീൻ ശൈഖുന വൈലത്തൂർ ബാവ ഉസ്താദ് നവറല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി അവരുടെ 4ാമത്തെ ഉറൂസ് അതിൻ്റെ സമയമാണ്. ഉസ്താദിനെ ഓർത്തപ്പോൾ ഓർമ്മ വന്ന ആയത്താണ് വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഉസ്താദ് ജീവിച്ചും പഠിപ്പിച്ചും ആയത്തിലെ ഹസ്ർ ഹഖീഖിയാണ് എന്ന് ബോധ്യപ്പെടുത്തി തന്നു. ഇബാദത്തിന് മാത്രമാണ് പടച്ചത്. ഉസ്താദിൻ്റെ ജീവിതം മുഴുവൻ ഇബാദത്ത് ആയിരുന്നു. എപ്പോഴും സബക്കുകളിലും സ്റ്റേജുകളിലുമൊക്കെ ഉസ്താദ് ഉപദേശിക്കാറുള്ളതുമാണ്. ഉസ്താദിൻ്റെ പ്രധാനമായ ഉപദേശമായി പലതവണ കേട്ടിട്ടുള്ളതാണ് അത് ഹിഫ്ളുൽ ഔഖാത്ത്, സമയങ്ങളെ സൂക്ഷിക്കുക. വിലമതിക്കാനാകാത്ത രത്നങ്ങളെന്ന് വിശേഷിപ്പിക്കപ്പെട്ട മനുഷ്യൻ്റെ ആയുസ്, സമയം, അത് മുഴുവൻ ത്വാഅത്തിലും ഇബാദത്തിലുമാക്കണമെന്ന് ഉസ്താദ് എപ്പോഴും ഉപദേശിക്കാറുണ്ട്. അദ്കിയയുടെ ബെയ്ത്ത് ചൊല്ലും. വസ്രിഫ് ഇല ത്വാഅത്തി വഖ്തക കുല്ലഹു ലാ തത്റുകൻ വഖ്തൻ സുദൻ മുതസാഹില വതസീറു ഔഖാതുൽ മുബാഹി ബിനിയതി മസ്റൂഫതൻ ഫിൽ ഖൈരി ഫസ്ഹു ബിൽതില. ഇത് ഉസ്താദിൻ്റെ സ്ഥിരം ഉപദേശമാണ്. ഉസ്താദിൻ്റെ ജീവിതം അങ്ങനെയായതുകൊണ്ട് ഉസ്താദിൽ നിന്ന് അറിഞ്ഞ് അല്ലെങ്കിൽ അറിയാതെ തന്നെ ആ ഉപദേശം വരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. നിന്റെ സമയം മുഴുവൻ ത്വാഅത്തുകളിലേക്ക് തിരിക്കണം, നല്ല കാര്യങ്ങളിലേക്ക് തിരിക്കണം. ഒരു സമയവും വെറുതെ നന്മയിലല്ലാതെ ഒഴിച്ചു കളയരുത് എന്ന് മഖ്ദൂമ് തങ്ങൾ മഹാന്മാരുടെ ഉപദേശം നമ്മെ ഉപദേശിച്ചപ്പോൾ ഉസ്താദ് അതിങ്ങനെ എടുത്തു പാടും. ആ മനുഷ്യന് ഇബാദത്തന്നെ ചെയ്ത് കഴിഞ്ഞുകൂടിയാൽ ജീവിക്കാൻ കഴിയൂലല്ലോ, ജോലിക്ക് പോണ്ടേ എന്നൊക്കെ ചോദിച്ചാൽ അതിന് മറുപടി തന്നെ മഖ്ദൂമ് തങ്ങൾ പറഞ്ഞു. അതും ഉസ്താദ് എപ്പോഴും പാടും. വതസീറു ഔഖാതുൽ മുബാഹി ബിനിയതി മസ്റൂഫതൻ ഫിൽ ഖൈരി ഫസ്ഹു ബിൽതില. ഏത് മുബാഹായ കാര്യം അല്ലാഹു തആല അനുവദിച്ചതല്ല മനുഷ്യന് ചെയ്യാൻ പറ്റൂ. അനുവദിക്കപ്പെട്ട ഏത് കാര്യത്തിന് സമയം ചെലവഴിച്ചാലും അതൊക്കെ നിയ്യത്ത് നന്നാക്കൽ കൊണ്ട് ത്വാഅത്തിൽ ചെലവഴിക്കപ്പെട്ടതായി തീരും. ഉദാഹരണങ്ങൾ ഉസ്താദ് പറയും. മുളത്തറെടുക്കാൻ പോകുന്ന ഉദാഹരണവും കണ്ണുപൂട്ടാൻ പോകുന്ന ഉദാഹരണവും അതൊക്കെ നിയ്യത്ത് നന്നാക്കിയാൽ ത്വാഅത്താകും. കൃഷിയുണ്ടാക്കൽ മനുഷ്യൻ്റെ ജീവൻ നിലനിർത്താനും സംരക്ഷിക്കാനും ആവശ്യമായതാണ്.
ആ നിയ്യത്ത് ചെയ്താൽ സ്വന്തം ജീവനും കുടുംബത്തിൻ്റെയും മറ്റ് നാട്ടുകാരുടെയും ജനങ്ങളുടെയും ജീവൻ നിലനിർത്താൻ കൃഷികൾ വേണം. മറ്റുള്ളവർക്ക് ജോലിക്ക് പോയാലും അവരെ സഹായിക്കലാണ്, അവരെ വേദന അകറ്റലാണ്. കുടുംബത്തെ പോറ്റുക എന്ന നിർബന്ധമായ കടമ വീട്ടുന്നതിൻ്റെ ഭാഗമാണ്. ഇങ്ങനെ തുടങ്ങി നിയ്യത്ത് ചെയ്യുമ്പോൾ അത് സുന്നത്തായ അമലും അല്ല ഫറളായ അമലുകളുമായി മാറി ഫറളിൻ്റെ കൂലി വരെ സാധാ ജോലിക്ക് പോകുന്ന ആളുകൾക്ക് ലഭിക്കുമെന്ന് ഉസ്താദ് ഉദാഹരണം പറഞ്ഞു തരും. തിന്നുന്നതും കുടിക്കുന്നതും അതൊക്കെ നിയ്യത്ത് നന്നാക്കി ത്വാഅത്താക്കാൻ ഉസ്താദ് ഉപദേശിക്കും. ഇബാദത്തിന് ഖുവത്തുണ്ടാകാൻ ഭക്ഷണം കഴിക്കൽ മനുഷ്യന് നിർബന്ധമാണ്. ഇനി കല്യാണം കഴിക്കുന്നതും ഭാര്യമാരുമായി ബന്ധപ്പെടുന്നതും അതിനെയും ഉസ്താദ് ഇബാദത്താക്കി മാറ്റാൻ ഉദാഹരിച്ചു തന്നിട്ടുണ്ട്. സ്വന്തം ഇഫത്തും ആ പെണ്ണിൻ്റെ ചാരിത്രശുദ്ധിയുമൊക്കെ അതിലൂടെ സംരക്ഷിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്ത് പെരുകാൻ ആവശ്യമായത് ചെയ്യുകയും ചെയ്യുക എന്ന് തുടങ്ങിയ നല്ല നിയ്യത്ത് അതിനും ഉസ്താദ് ഉദാഹരണം പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ വിധത്തിൽ ജീവിതം മുഴുവൻ ഉറങ്ങുന്നതും ഉസ്താദ് കൂടുതൽ ഉറങ്ങൂല. ഇയാഹു സുന്നി എന്നാണ് എനിക്ക് പരിചയമുള്ളത്. അതിൻ്റെയൊക്കെ മുമ്പ് അതിനേക്കാൾ ഉറക്കൊഴിക്കാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഉസ്താദ് ദീർഘസമയം കിതാബ് നോക്കിയും എഴുതിയും ഉസ്താദിന് റൂമ് പോയി നോക്കിയാൽ അതെന്നേക്കും പണി ഉണ്ടാവുക. ഏത് സമയവും ഒഴിവുണ്ടെങ്കിൽ ഉസ്താദ് എഴുതും. ദർസ് നടത്തലും ഭയങ്കര രസമാണ്. ക്ലാസ്സൊക്കെ നല്ല രസമാണ് ഉസ്താദിൻ്റെ ക്ലാസ്. നല്ല തഫീമിൻ്റെ കഴിവും ലഫുലംബി ലഫുല് അർത്ഥം വെച്ച് എന്നാൽ സ്പീഡിൽ ഓതി ഉസ്താദിൻ്റെ അടുത്ത് ഓതുന്ന ഒരു കിതാബും തീരാതിരിക്കൂല. മുഴുവൻ കിതാബും ഉസ്താദ് തീർത്തു തന്ന് ലമീറൊക്കെ കൃത്യമായി മടക്കി അത് കൈകൊണ്ടും വാക്കുകൊണ്ടും ഒക്കെ മടക്കും. ലമീർ മടക്കൽ ലഫ്ള് കൊണ്ട് മാത്രമല്ല, കൈയോടെ വെക്കും മർജിയമ്മൽ, എന്നിട്ട് വിരലുകൊണ്ട് ലമീർ മടക്കും, വാക്കുകൊണ്ടും മടക്കും. ഉസ്താദിൻ്റെ ക്ലാസ് കൊണ്ട് മനസ്സിലാവാതിരിക്കൂല. നല്ല ആംഗ്യങ്ങളുണ്ടാവും. ഉസ്താദ് വിഷയത്തിനനുസരിച്ച് ആംഗ്യങ്ങളും അത് തലകൊണ്ടും ചുണ്ടുകൊണ്ടും കണ്ണുകൊണ്ടും കൈ കൊണ്ടും ഒക്കെ ആംഗ്യം ചെയ്ത് ഇടക്ക് തമാശകൾ പറഞ്ഞ് ഇഷ്കാല് ചോദിക്കുന്നത് സഫാഹത്താണെങ്കിൽ അതിനെ പറ്റുന്നൊരു ചിരി ചിരിച്ച് ആ നിലക്ക് ശ്രദ്ധിക്കുന്നവർക്ക് വിഷയം ബോധ്യപ്പെടുത്തി തരും. എന്നാൽ കിതാബ് വേഗം നീങ്ങുകയും ചെയ്യും. അയ്യാവിയൊക്കെ തീർത്തിട്ട് പിന്നെ ബെയ്ത്ത് കിതാബ് ഓതാനും കൂടെ സമയം ഉണ്ടാവും. ആ ഒരു കൊല്ലം തന്നെ ബെയ്ത്ത് കിതാബ് ഭയങ്കര രസമാണ് ഉസ്താദ്. അതും ഓതി പെട്ടെന്ന് ഓതി തീർക്കും, മനസ്സിലാകാതിരിക്കില്ല. ആ വിധത്തിൽ സമയം മുഴുവൻ ഉപയോഗപ്പെടുത്തി ബാധ്യതകൾ മുഴുവൻ കൃത്യമായി വീട്ടി അങ്ങനെ ജീവിച്ച ഒരു വലിയാണ് ഉസ്താദ് എന്നുള്ളത് ഉസ്താദിൻ്റെ ജീവിതം കണ്ടാൽ മനസ്സിലാകും. വലിയെന്ന് പറയാൻ കാരണമായി ചില അയിമ്മത്ത് പറഞ്ഞത് കാണാലോ, മൻ തവാലത്ത് ത്വാഅത്തുഹു, ത്വാഅത്തുകൾക്ക് ഇടമുറിയാതെ, ത്വാഅത്തുകൾക്കിടയിൽ മഅസിയത്ത് വന്ന് ഇടമുറിയാതെ, അല്ലെങ്കിൽ ത്വാഅത്തല്ലാത്തത് കയറി കൂടി ഇടമുറിയാതെ ത്വാഅത്ത് തുടർച്ചയായി ഉള്ള ആളാണ് വലിയ എന്ന് പറഞ്ഞത് ഉസ്താദിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉസ്താദ് ഇയാഹു സുന്നയിൽ മുദരിസായി വരുന്നതിൻ്റെ മുമ്പേ പരിചയമുണ്ട്. ഉസ്താദിനെ വലിയ ഉസ്താദ് ശൈഖുനാ റഈസുൽ ഉലമയുമായുള്ള ആ ബന്ധം കൊണ്ട് വലിയ ഉസ്താദ് പരീക്ഷയ്ക്ക് ഉസ്താദിനെ പലതവണ വിളിച്ചിട്ടുണ്ട്.
വൈലത്തൂർ ഉസ്താദ് മാത്രമല്ല, വലിയ ഉസ്താദിൻ്റെ പല സ്നേഹിതന്മാരും പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. കോട്ടൂർ ഉസ്താദ് പരീക്ഷയ്ക്ക് വരാറുണ്ട്. മർഹൂം യാക്യ ഉസ്താദ് പരീക്ഷയ്ക്ക് വരാറുണ്ട്. അതുപോലെ ശൈഖുനായുടെ പഴയ ശിഷ്യന്മാരിൽപ്പെട്ട KC ഉസ്താദ് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അല്ലാഹു മർഖദഹു. എന്നാൽ പലതവണ പരീക്ഷയ്ക്ക് വൈലത്തൂർ ഉസ്താദ് വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് നല്ല ആരോഗ്യമുള്ള ആളാണ്. ഞാൻ കാണുന്ന കാലത്തെ താടി മുഴുവൻ നരച്ചിട്ടുണ്ടെങ്കിലും അവ കണ്ടാൽ നല്ല ബോഡിയാണ്. എന്നൊക്കെ പരീക്ഷയ്ക്ക് വരണ സമയത്ത് ഒരു പ്രായം തോന്നിക്കൂല താടി നരച്ചിട്ടുണ്ടെങ്കിലും. ഏത് പരീക്ഷയാണെങ്കിലും അതിൽ നഹവിയായ ചോദ്യം ഉണ്ടാവും. മന്തിഖിൻ്റെ കിതാബാണെങ്കിൽ പോലും ശറഹ് തദീബിലും ഖുതുബിയിലൊക്കെ ഉസ്താദിൻ്റെ ചോദ്യത്തിൽ തർക്കീബും ഇറാബും എഴുതാൻ വേണ്ടി ചോദിക്കും. ഇബാറത്ത് ശർഹ് ചെയ്യാൻ ചോദിക്കും. നഹവ് അടിസ്ഥാനമാണല്ലോ, അസ്ലാണല്ലോ. അതുകൊണ്ടായിരിക്കും നഹവ് എല്ലാ കിതാബ് ഓതുന്നവരും ശ്രദ്ധിക്കണമെന്നൊരു നിർബന്ധ ബുദ്ധി ഉസ്താദിന് ഉണ്ട്. വബഅദു ഫൽജാഹിറു ബിന്നഹവി തുഖിർ ഇദ് കുല്ലു ഇൽമിൻ ഫഇലൈഹി യഫ്തഖിർ എന്നതിൽ കൊണ്ടിട്ടായിരിക്കണം. എത്ര വലിയ കിതാബാണെങ്കിലും ചെറിയ കിതാബാണെങ്കിലും ഉസ്താദിൻ്റെ പരീക്ഷയിൽ നഹവിയായ ചോദ്യങ്ങൾ തർക്കീബും ഇറാബും എഴുതാൻ, വിശദമായി എഴുതാൻ ചോദ്യങ്ങൾ അന്നുമുണ്ട്. ഇയാവു സുന്നയിൽ വന്നതിന് ശേഷവും ആ വിധത്തിലാണ് ചോദ്യം. പിന്നെ ഉസ്താദ് മുദല്ലിസായി വന്ന ഇടം മുതൽക്ക് വഫാത്ത് വരെ ബന്ധമുണ്ട്. മുത്തഅല്ലിം എന്നുള്ള പേരിലും പിന്നെ ശേഷം മുദല്ലിസ് എന്നുള്ള പേരിലും ഉസ്താദിൻ്റെ കൂടെ ജീവിക്കാൻ അൽഹംദുലില്ലാ കഴിഞ്ഞിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഉസ്താദ് ആ നല്ല മര്യാദ പരിഗണിക്കും. ഫത്ഹുൽ മീനിൽ പറഞ്ഞ ആ ഇരുത്തമാണ് ഉസ്താദ് സ്ഥിരം ഭക്ഷണം കഴിക്കുമ്പോൾ ഇരിക്കാറുള്ളത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉസ്താദ് എല്ലാ വിരലും ആ പറഞ്ഞ പോലുള്ള സുന്നത്ത് പോലെ ഈമ്പി, മാത്രമല്ല പ്ലേറ്റിൽ വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് കുടിക്കൽ ഉസ്താദിൻ്റെ സ്ഥിരം പതിവാണ്. ഉസ്താദ് ഉള്ളപ്പോൾ ചോറിന് കൂട്ടാൻ വേണ്ട എന്നുള്ളത് വലിയ രസമാണ്. ഉസ്താദും അതുപോലെ ശൈഖുന അബ്ദുസ്സലാം ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി അവരും രണ്ടാളുണ്ടായാൽ കറിയിൽ ഉപ്പില്ലാത്തത് അറിയില്ല, മുളകേറിയത് അറിയില്ല, ഒന്നും അറിയില്ല. വലിയ രസമാണ്. വൈലത്തൂർ ഉസ്താദ് എന്തെങ്കിലും ഒരു തമാശ പറയും. ഉപ്പില്ലെങ്കിൽ അതിനെ പറ്റി തമാശ പറയും, മുളകേറി അതിനെ പറ്റി തമാശ പറയും. നല്ല രസമാണ്. അപ്പോൾ തൊട്ടടുത്ത് അതിനൊരു മറുപടി ആയിട്ടൊരു തമാശ സലാം ഉസ്താദ് പറയും. ഇത് രണ്ടും കൂടെ ആകുമ്പോൾ ചോറ് എങ്ങനെ ഇറങ്ങണമെന്ന് അറിയില്ല. അത്ര വലിയ രസം. ആർക്കും ഒരു മടുപ്പ് വരില്ല കൂടെ ജീവിച്ചാൽ. പൂച്ചക്കും വലിയ രസമായിരുന്നു. ഇപ്പം അങ്ങനെ പൂച്ച വരാറില്ല. അന്ന് ഉസ്താദുള്ളപ്പോൾ പൂച്ച എപ്പോഴും വരും ചോറ് കഴിക്കുന്നിടത്ത്. പൂച്ചക്ക് പ്രത്യേക അദബും കണ്ടിട്ടുണ്ട്. ഉസ്താദ് പറയും ചെയ്യും. പൂച്ച വന്ന് നേരെ കണ്ട് തലയിടാനോ അല്ലെങ്കിൽ കടിക്കാനോ ഒന്നും വരൂല. വന്നുകാണ്ട് ഉസ്താദിൻ്റെ ആ ഭാഗത്ത് വന്നിങ്ങനെ ഇരിക്കും. നല്ല മട്ടത്തിൽ മുത്തവാദിയായി പൂച്ച അങ്ങനെ ഇരിക്കും. ഉസ്താദ് അറിയാം, എന്തോ ഒരു അദബുള്ള കുട്ടി, ഇരുത്തം കണ്ട നല്ല അദബിലിരിക്കണമെന്നറിയാം. അങ്ങനെ ഉസ്താദ് അവിടെയുള്ള മുള്ളും എല്ലും എല്ലാം കൂടി വാരി കൂട്ടിക്കാണ്ട് എന്നാ തിന്നോ, തനിക്കുള്ളതാണെന്ന്. പൂച്ചക്കും വലിയ ആവേശം. അത്ര വലിയ കാരുണ്യത്തിൻ്റെ മനസ്സാണ്. എല്ലാവരോടും നല്ല കൃപ. ആ വിധത്തിൽ ചിലപ്പോൾ പലപ്പോഴും ഉസ്താദിന് നോമ്പുണ്ടാവും. നോമ്പ് വെൽക്കണ ആരും അറിയില്ല. രാത്രി ഭക്ഷണം കഴിയുമ്പോൾ ചിലപ്പോൾ കാണാൻ 2-3 ചപ്പാത്തി ഉസ്താദ് തന്നെ ഒരു പ്ലേറ്റിൽ ഇട്ടിട്ട് അതിൽ കറി വെച്ചിട്ട് വേറൊരു പ്ലേറ്റോട് മൂടി വെച്ചുകൊണ്ട് ഉസ്താദ് പോകും. ആരെയും വാങ്ങിയാലും ഉസ്താദ് തരൂല. ഖിദ്മത്തെടുക്കാൻ കുട്ടികളൊക്കെ തയ്യാറാണ്. ഉസ്താദ് ആരോടും ഒന്നും പറയില്ല. അത്തായം വേണം അത് പറയില്ല. അത് രാത്രി ഭക്ഷണം കഴിച്ച് പോകുമ്പോൾ പ്ലേറ്റിൽ 2-3 ചപ്പാത്തി എടുത്തിട്ട് കണ്ട് അതിൽ കറി വെച്ച് വേറെ പ്ലേറ്റ് കൊണ്ട് മൂടിയിട്ട് ഉസ്താദിനായിട്ട് ഒറ്റ പോക്കാം. അത് ചോദിച്ചാലൊന്നും തരൂല. ഞാൻ പലതവണ അതിന് കൈ കെട്ടി വയ്ക്കുകയാണ്. ഉസ്താദ് വിട്ട് തരൂല.
ആയിട്ടാണ് പോകുന്നത്. റൂമ് കൊണ്ടേക്കും. അത്താഴത്തിൻ്റെ സമയത്ത് എണീറ്റിട്ട് അത് തിന്നുന്നല്ലാതെ അപ്പോൾ ഒരു പുതിയ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ എല്ലാവരും തയ്യാറാണ്. അത് മിണ്ടൂല. നോമ്പ് തുറക്കാൻ പിന്നെ കുട്ടികൾ ഈ നോമ്പ് നോറ്റ് മനസ്സിലാക്കിയിട്ട് കൊണ്ടുപോയി കൊടുക്കണം. ആ വിധത്തിൽ ആണ് ഉസ്താദിൻ്റെ ജീവിതം. നിസ്കരിക്കാൻ വന്നാലും എല്ലാ അദബുകളും പരിഗണിച്ച് ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. സുബീഹിൻ്റെ സുന്നത്ത് നിസ്കരിച്ച ഉസ്താദ് ചെരിഞ്ഞ് കിടക്കും. പല ഭാഗത്തിൻ്റെ പേരിൽ ചെരിഞ്ഞ് ഇവരിലേക്ക് തിരിഞ്ഞ് കിടക്കും. അപ്പോൾ പ്രത്യേകമായ ദുആ സഹീഹുൽ ബുഖാരിയിലൊക്കെ ഉണ്ടല്ലോ, അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വ മീകായില എന്ന് പറഞ്ഞ ദുആ. ആ ദുആർക്കണേ ഞാൻ കേട്ടിട്ടില്ലെങ്കിലും ഉസ്താദ് ആ ദുആർക്ക് വേണ്ടിയിട്ട് കിടക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. പലതവണ കണ്ടിട്ടുണ്ട്. ഉസ്താദ് സ്ഥിരം ആ സുന്നത്തും എടുക്കും. നിസ്കരിക്കാൻ വന്നാൽ അവിടെയും ശ്രദ്ധിക്കും. അടുത്ത് നിൽക്കണ കുട്ടികളിങ്ങനെ ബഹുമാനം കാട്ടിയാണ്ട് വിട്ടുന്ന ഉസ്താദ് അടുപ്പിച്ച് നിർത്തും. സൊഫിൻ്റെ ആ സുന്നത്ത് പരിഗണിക്കാൻ. അംറും ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകറിൽ ഉസ്താദ് വളരെ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. തുണിയൊക്കെ എരിയാണിയിലേക്ക് ഇറങ്ങിയെന്ന് തോന്നിയാൽ ഉസ്താദ് അവിടെ ഇൻകാർ ചെയ്യും, കയറ്റിയെടുക്കാൻ പറയും. ഉസ്താദിൻ്റെ അടുത്ത് പോകുമ്പോൾ കുട്ടികൾ തുണിയൊന്ന് ഏറെ കയറ്റിയെടുത്ത് കണ്ടാൽ പോകാം. ഉസ്താദ് അത് നോക്കും, ശ്രദ്ധിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കും. സൊഫിൻ്റെ കാര്യം ശ്രദ്ധിക്കും. ഉസ്താദിൻ്റെ കൂടെ ഒരുപാട് സമയം നിസ്കരിക്കാൻ നിന്നിട്ടുണ്ട്. നല്ല ഖുശൂഉം വേറെ ഇങ്ങോട്ടും ഇൽത്തിഫാത്തില്ലാത്ത നല്ല നിസ്കാരമാണ് ഉസ്താദിൻ്റെ നിസ്കാരം. അതിൻ്റെ ശേഷമുള്ള ഔറാദൊക്കെ ശ്രദ്ധിച്ച്, സുന്നത്തുകളൊക്കെ ശ്രദ്ധിച്ച്, ജമാഅത്തൊക്കെ ശ്രദ്ധിച്ച്, പ്രായമായപ്പോൾ സ്വന്തം നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തിയപ്പോൾ ഉസ്താദ് ഒന്നിരിക്കൽ മിമ്പറിൻ്റെ കാലിൻ്റെ അടുത്താണ് നിൽക്കുക. കുറച്ച് കഴിയുമ്പോൾ കാൽമുട്ടിന് പ്രശ്നമുണ്ട്, വെനക്കുറവുണ്ട്, അല്ലെങ്കിൽ ചുമരിനെ ചാരി നിൽക്കും. എന്നാൽ ഒരു സൈഡ് ചുമരം വരെ ഇത്തിമാദ് ചെയ്ത്, ചുമരം വരെ ഇസ്തിനാദ് ചെയ്ത്, അങ്ങനെയോ അല്ലെങ്കിൽ മിമ്പറിൻ്റെ കാലിൻ്റെ അടുത്ത് നിന്ന് ചിലപ്പോൾ ഇടക്ക് നിസ്കാരത്തിൽ മിമ്പറിൻ്റെ കാല് പിടിക്കേണ്ടി വരും. അങ്ങനെ നിൽക്കും. അതിനേക്കാൾ പ്രായമായപ്പോൾ പിന്നെ പള്ളിക്ക് വരുന്ന് ഇങ്ങനെ നിൽക്കുന്നതിലും ബുദ്ധിമുട്ടായ സമയത്തും ഉസ്താദ് ജമാഅത്ത് മുടക്കാറില്ല. അന്ന് ഒരു ഖാദിമിനെ റൂമിൽ കൂട്ടി അവനെ ഇമാമാക്കി ഉസ്താദ് ജമാഅത്തായി നിസ്കരിക്കും. ഉസ്താദിൻ്റെ അത്താണി പള്ളിയിൽ ആണ് ഉസ്താദ് നോമ്പിനൊക്കെ ഇത്തിക്കാഫായിട്ട് അവിടെ പലതവണ ഞാൻ പോയപ്പോൾ കണ്ടിട്ടുണ്ട്. ആ പള്ളിയിലേക്ക് വടികുത്തി ഉസ്താദ് വരും. നടക്കാൻ വയ്യ എന്നുള്ള നിലക്കും ജമാഅത്തിന് പോകാതിരിക്കൂല. വടികുത്തിയിട്ട് ഉസ്താദ് വരുന്ന രംഗം നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ നിൽക്കാൻ വയ്യാതായപ്പോൾ കയറ് കെട്ടിയിരുന്നു. ജനൽമേലോ മറ്റോ കയറ് കെട്ടിയിട്ട് ആ കയറ് പിടിച്ച് നിസ്കാരത്തിന് നിൽക്കും. ഇങ്ങനെ നിൽക്കൽ നിർബന്ധമാണല്ലോ. ഖിയാമ് എന്ന ഫർദ്, അതിന് കയറ് കെട്ടിയിട്ടോ തൂണ് പിടിച്ചിട്ടോ അതിനൊന്നും കഴിഞ്ഞില്ലെങ്കിൽ തോള് വേറൊരാൾ താങ്ങിയിട്ട് നിർത്താൻ കൂലിക്ക് ആളെ വിളിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ വരെ വിളിച്ച് നൃത്തം ഫർദ് നിസ്കാരത്തിൽ നിർബന്ധമാണെന്ന് അയിമ്മത്ത് പറഞ്ഞത് നമുക്കൊക്കെ അറിയാം. അങ്ങനെയുള്ളതൊക്കെ ശ്രദ്ധിച്ച് പഠിച്ച പോലെ തന്നെ ജീവിച്ച വലിയ മഹാനാണ് മഹാനായ വൈലത്തൂർ ഉസ്താദ്. അതുകൊണ്ട് അവരുടെ ജീവിതം അങ്ങനെയായതുകൊണ്ട് അവരിപ്പോൾ സ്മരിക്കപ്പെടാതെ അവർ നിലനിൽക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത്. ശിഷ്യന്മാരിലൂടെയും അവർ നിലനിൽക്കുന്നു, തസ്നീഫാത്തിലൂടെയും നിലനിൽക്കുന്നു. തസ്നീഫിന് ഉസ്താദിന് പ്രത്യേകം ചിന്തിക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം സബ്ക്ക് കഴിഞ്ഞാൽ തുടങ്ങും എഴുതൽ. കുറച്ച് നേരം ചിന്തിച്ച് ആലോചിച്ചുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരത്തെ എഴുതിച്ചതിൻ്റെ ബാക്കി അങ്ങോട്ട് എഴുതും. ഒരു കിതാബെന്ന് മറ്റേ കിതാബൊക്കെ എടുത്ത് എഴുതും, മറ്റേ നോട്ടിൽ നിന്ന് ഈ നോട്ടൊക്കെ എടുത്ത് എഴുതും. ഇങ്ങനെ എല്ലാ ഫന്നിലും അല്ലുലൂമു കുല്ലുഹാ മുത്തറാത്തിബത്തുൻ എന്ന് പറഞ്ഞ പോലെ എല്ലാ ഇൽമിനും ഉസ്താദിന് നല്ല കഴിവും
തസ്നീഫും ഇൽമുൽ ഹിക്മത്തിൽ വരെ ഉസ്താദ് രചന നടത്തിയിട്ടുണ്ട്. എല്ലാ ഫന്നിലും ഉസ്താദിൻ്റെ ഗ്രന്ഥങ്ങളില്ലാത്ത ഒരു സ്ഥാപനങ്ങളും ദർസുകളും ഉണ്ടാവില്ല. അൽഫിയയുടെ തെൽമീഉൽ ഫവായിദ് ആണ് ഇന്നിപ്പോൾ മുത്തഅല്ലിമീങ്ങളെടുത്ത് വരെ അൽഫിയോദാമെന്ന തെൽമീഉൽ ഫവായിദാണ്. ഇത് രാജ്യത്തിൻ്റെ പുറത്തുള്ള സ്ഥാപനങ്ങളിലും ഉസ്താദിൻ്റെ കിതാബുകളും ഉസ്താദിനെ വിട്ട് അബി മുഹമ്മദ് വൈലത്തൂരി എന്ന പേരിൽ ഉസ്താദിൽ നിന്ന് നഖലുകൾ ചെയ്ത കിതാബ് ഞാൻ തന്നെ വായിച്ചിട്ടുണ്ട്. ആ വിധത്തിൽ ഉസ്താദ് വഫാത്തായിട്ടും മരിക്കാതെ നിലനിൽക്കുന്നു. ഇർഫഇല്ലാഹുല്ലദീന ആമനു വല്ലദീന ഊത്തുൽ ഇൽമ ദറജാതി. വലിയ ദറജയാണ് അല്ലാഹു തആല അവിടത്തേക്ക് നൽകിയത്. അല്ലാഹു തആലയെ കണ്ട് ജീവിച്ച പോലുള്ള ജീവിതം, അല്ലാഹു തആലയെ ഉൾക്കൊണ്ട് ജീവിച്ച ജീവിതം, ഇന്നലില്ലാഹി ഇബാദൻ എന്ന് പറഞ്ഞ ആ ഇബാദിൽ ഉസ്താദ് പെട്ടതായി നമുക്ക് ബോധ്യപ്പെടും വിധത്തിൽ ഉസ്താദിനെ അല്ലാഹു തആല ഉയർത്തി. അല്ലാഹു തആല ആ മഹാന്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. മഹാനരായ ഉസ്താദുൽ അസാതീദ് ബഹറുൽ ഉലൂം നവ്വറല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി അവിടത്തിൻ്റെ നേരെ ശിഷ്യൻ ആയിട്ടില്ലെങ്കിലും അവിടുത്തെ ശിഷ്യന്മാരുടെ ശിഷ്യനാണ്. അതുകൊണ്ട് ഉസ്താദിൻ്റെ ശിഷ്യന്മാർ മാത്രമാണ് ഈ സുന്നയിലെ മുദരിസുകൾ. എന്നിട്ടും വൈലത്തൂർ ഉസ്താദിൻ ആകുന്ന ശിഷ്യന്മാരുടെ ശിഷ്യനെ ഉസ്താദ് നേരെ ഈ സുന്നയിലേക്ക് വിളിച്ചു മുദരിസാക്കി. അതിനുശേഷം ഉസ്താദ് ധാരാളം കിതാബുകൾ ശൈഖുനായുടെ വീട്ടിൽ പോയി ഓതി നേരെ ശിഷ്യത്വം സ്വീകരിച്ചിട്ടുമുണ്ട്. ആദ്യകാലത്ത് മുത്തഅല്ലിമായ സമയത്ത് ഈ സുന്നയിൽ കാപ്പാട് ഇബ്രാഹിം മുസ്ലിയാർ എന്ന ശൈഖുനായുടെ ബഹറുൽ ഉലൂമിൻ്റെ ശിഷ്യൻ്റെ അടുത്ത് ഓതിപ്പടിച്ച് അങ്ങനെയും ഈ സുന്നയുമായി ബന്ധമുണ്ട്. ഖുർആൻ മനഃപ്പാടമാക്കാൻ ഉസ്താദ് നന്നായി ശ്രമിച്ചിരുന്നു. അവസാന കാലത്തൊക്കെ എല്ലാ സമയത്തും ഖുർആൻ ഓതും. തസ്നീഫിന് ഇനി കഴിയൂല എന്ന് ഉസ്താദ് മനസ്സിലാക്കിയിട്ട് ഉസ്താദിൻ്റെ വറആകാം ഖത്തകൾ സംഭവിച്ചെങ്കിലോ എന്ന നിലക്ക് പിന്നെ ധാരാളം ഖുർആൻ ഓതലാണ്. അതിൻ്റെ മുമ്പ് വാഹനത്ത് കയറിയാൽ ഉസ്താദ് ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ കുറേ ഉസ്താദിൻ്റെ കൂടെ ഡ്രൈവറായി പോയി പരിചയമുണ്ട്, അല്ലാതെയും പോയി പരിചയമുണ്ട്. വാഹനത്ത് കയറിയാലൊന്നും ഉസ്താദ് ഉറങ്ങൂല. ഉസ്താദ് വണ്ടിക്ക് വരുമ്പോൾ തസ്ബീഹായിട്ടാണ് വരിക. ധാരാളം ചൊല്ലും. അസ്മാഉൽ ഹുസ്നയൊക്കെ 1000 അദദ് തീർത്ത് ഉസ്താദ് ചൊല്ലിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ഓരോ യാത്രയിലും ഓരോ ഇസ്മുകളായിരിക്കും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക. ഉസ്താദിൻ്റെ അടുത്ത് പല സമയത്ത് ഇരുന്നിട്ടുണ്ട് വണ്ടിയിൽ സീറ്റിൽ. അപ്പോൾ ഉസ്താദ് ഒരു ഇസ്മന്നെ ഒരു യാത്രയിൽ അങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും എണ്ണം പിടിച്ചിട്ട്. ഇങ്ങനെ അസ്മാഉൽ ഹുസ്നയൊക്കെ അതത് തീർത്ത് അതിൻ്റെ റിയാള വീടിയിട്ടുണ്ട്. ഖുർആൻ ഓതും. വാഹനത്തിലും ധാരാളം സുന്നത്ത് നിസ്കരിക്കും. വണ്ടി കയറിയാൽ ഒന്നിരിക്കൽ നിസ്കാരം അല്ലെങ്കിൽ ചൊല്ലൽ ഇതായിരിക്കും. ഇടയ്ക്ക് ഓരോ തമാശയും പറയും. ചിലപ്പോൾ പാപ്പ അതിന് മുമ്പിലെ സീറ്റിലേ ഉസ്താദ് ഇരുത്തുള്ളൂ. അപ്പം എന്തേ വർത്താനം പറയുമ്പോൾ ഉസ്താദ് പ്രതികരിക്കുന്നുണ്ടാവില്ല. എന്താ ഉസ്താദ് മിണ്ടാത്ത് നോക്കുമ്പോൾ ഉസ്താദ് നിസ്കരിക്കുക. സുന്നത്ത് അങ്ങനെ നിസ്കരിക്കും, ഒരുപാട് സുന്നത്ത് നിസ്കരിക്കും. എത്ര നിസ്കരിച്ചാലും ഉസ്താദിന് മടുക്കൂല. ഞാൻ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിലധികം ഉസ്താദിൽ നിന്നാണ് കണ്ടിട്ടുള്ളത്. ഇന്നല്ലാഹ യുഹിബ്ബു അൻ തുഅത്താ റുഖസുഹു കമാ യുഹിബ്ബു അൻ തുഅത്താ അസായിമു. ആ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിൽ ഖിബ്ല വേണ്ടതില്ല, സുജൂദൊക്കെ ഈമാ കൊണ്ട് മതി എന്ന് തുടങ്ങിയ ആ റുഖ്സ അല്ലാഹു തആലാക്ക് അള്ളാഹുവിൻ്റെ അനുവദിച്ച റുഖ്സകൾ എടുക്കുന്നതും ഇഷ്ടമാണ് എന്നതുകൊണ്ട് ആ നിലക്കും തൃപ്തി വാങ്ങാൻ ഉസ്താദ് മനക്കെട്ടു. അസ്സലാത്തു ഖൈറു മൗദൂഇൻ എന്നാണല്ലോ. അതിനുവേണ്ടി ധാരാളം സുന്നത്ത് നിസ്കാരം ഉസ്താദ് വർദ്ധിപ്പിച്ചു. ഉസ്താദിനാണെങ്കിൽ കിബ്ർ തീരെ അറിയില്ല, ഹസദോ അതും തീരല്ല. ശിഷ്യന്മാരായ നമ്മളെ വരെ ഉസ്താദ് നന്നായി പരിഗണിക്കും. ഏത് കുട്ടികൾ ഉസ്താദിനെ റൂമിൽ എന്നാലും ഉസ്താദ് മെയിൻ്റെയും ശരിക്ക് പരിഗണിക്കും.
അധികം സംസാരിക്കൊന്നുമില്ല ഉസ്താദ്. ഉസ്താദിൻ്റെ സമയമൊക്കെ ഉസ്താദിന് അതിനേക്കാൾ അഹമ്മായ തസ്നീഫിന് വേണം. കുറച്ചൊക്കെ സംസാരിക്കുള്ളൂ. പക്ഷെ എല്ലാവരെയും വേണ്ട പോലെ പരിഗണിക്കും. ആരെയും അവഗണിക്കൂല, ആരെയും നിസ്സാരപ്പെടുത്തൂല. ഉസ്താദിൻ്റെ നാവ് കൊണ്ട് ഒരാളും വേദനിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. ഒരാളെയും വേദനിപ്പിക്കുന്ന വാക്ക് ഉസ്താദ് പറഞ്ഞിട്ടുണ്ടാവില്ല. എല്ലാവരെയും പരിഗണിക്കും. ആർക്കും എന്ത് നേട്ടങ്ങളും ഉണ്ടാകണമെന്നത് ഉസ്താദിൻ്റെ വലിയ ആവശ്യമാണ്. ശിഷ്യന്മാർ ഉസ്താദിനേക്കാൾ ഉയരണമെന്നും ഉസ്താദ് ഉദ്ദേശിച്ചതായി അനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. എല്ലാ കഴിവുകളും അവർക്കുള്ളത് മറ്റുള്ളവർക്ക് ഉണ്ടാവണമെന്നും ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ ഒരിക്കൽ രാവിലെ നാസ്ത കഴിക്കാൻ വേണ്ടി യാവസുന്നിന്ന് ചെന്നപ്പോൾ ഉസ്താദ് ഇങ്ങനെ നാസ്ത കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മുഖത്ത് നോക്കിയാണ്ട് എന്താ ബെയ്ത്തുണ്ടാക്കാത്തതെന്ന് ചോദിച്ചു. ബെയ്ത്തുണ്ടാക്കാത്ത പറഞ്ഞു എനിക്ക് കഴിയൂല, ഒന്നും അറിയില്ല, കഴിയൂല, ബെയ്ത്തുണ്ടാക്കാൻ കഴിയൂല, ഒന്നും അറിയില്ല, ഈ ഭാരത്തിന് ഷാഗ് ചെയ്യാൻ കഴിയൂല, ഒന്നും കഴിയൂല, പിന്നെ ഞാനെങ്ങനെ ബെയ്ത്തുണ്ടാക്കും? പോസ്റ്റ് പറഞ്ഞ് കഴിയൂലേ, അറിയില്ലേ, അതൊന്നും പറ്റൂല. മുത്തഫരീദിൻ്റെ തലന്ന് വായിച്ചാണ് അറിഞ്ഞ്. അപ്പോൾ അൽഹംദുലില്ലാഹിൽ മുത്തഫരീദി ബിൽ ഉലൂഹിയ്യാന്ന് വായിച്ച് ഉടൻ പറഞ്ഞ് അത് ബെയ്ത്താക്കി അറിഞ്ഞ്. ഉസ്താദിൻ്റെ മദത് കൊണ്ട് അപ്പോൾ ഒരു ബെയ്ത്താണ്ട് വന്ന് എനിക്ക് കഴിയൂല. ഉസ്താദിൻ്റെ മദത് കൊണ്ട് ഉസ്താദിൻ്റെ വാക്ക് അല്ലാഹു തആല തഹ്ഖീഖ് ചെയ്യാൻ അതാണ് ബെയ്ത്താക്കി എന്നറിഞ്ഞ്. ഞാൻ ചൊല്ലിക്കൊടുത്ത് അൽഹംദുലില്ലാഹില്ലദീ തഫറദ ബിഅന്നഹുൽ ബികൗനിഹിൽ ഇലാഹ ഹഖൻ സർമദാ ചൊല്ലി. ഉസ്താദ് നല്ല സന്തോഷമായി. അങ്ങനെ ഉണ്ടാക്കി കൂടി എന്നറിഞ്ഞു. ഇങ്ങനെ എല്ലാവർക്കും എല്ലാ നേട്ടവും എല്ലാ പുരോഗതിയും എല്ലാ ഉന്നതിയും ഉണ്ടാവണം. ഞാൻ എന്നുള്ള ചിന്ത തന്നെ ഉസ്താദിന് തീരെ ഇല്ല. കിബിർ അറിയില്ല എന്ന് തന്നെ പറയാം. അസൂയ അതും അറിയില്ല, അഹംഭാവം അതും അറിയില്ല, ഞാനാകേണ്ട ഒരു പരിപാടി അതും ഉസ്താദിനില്ല. ഉസ്താദ് എല്ലാവരെക്കാളും താഴ്ന്ന ഒരാളാണെന്നാണ് ഉസ്താദിൻ്റെ വെപ്പ്. ആ നിലക്കാണ് ഉസ്താദ് ജീവിച്ചത്. മനിസ്തസ്ഗറ നഫ്സഹു ഫഹുവ മുതവാദിഅ വമൻ റആ ലിനഫ്സിഹി മസിയ്യതൻ അലാ അഹദിൻ ഫഹുവ മുതകബ്ബിർ എന്ന് പറഞ്ഞ പോലെ സ്വന്തം നഫ്സിനെ ചെറുതായി കണ്ട് ആ പൂർണ്ണമായ തവാദുഅ എന്ന സിഫത്തും, അതുപോലെ തവക്കുൽ, വലിയ തവക്കുലാണ് ഉസ്താദിന്. ഒരുപാട് കാര്യങ്ങളിൽ ഉസ്താദിൻ്റെ തവക്കുൽ അതും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാ മഹമൂദത്തായ സിഫാത്തും മനുഷ്യനുണ്ടാകേണ്ട എല്ലാ നല്ല സ്വഭാവങ്ങളും നല്ല ഗുണങ്ങളും വെളിച്ച വലിയ ഒരു മഹാനാണ് ഉസ്താദ്. അങ്ങനെയുള്ള മഹാനായപ്പോൾ അവരെ അല്ലാഹു തആല ഏറ്റെടുത്തു എന്നാണ് മനസ്സിലാകുന്നത്. അതിന് വഫാത്തിൻ്റെ മുമ്പ് ജനങ്ങളോടുള്ള സംസാരവും ജനങ്ങളുമായുള്ള ബന്ധമൊക്കെ ഉസ്താദ് വെടിഞ്ഞ് ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ സുൽത്തായി അള്ളാഹുവിനോടുള്ള ബന്ധം മാത്രം നിലനിർത്തി കുറേ അങ്ങനെ ജീവിച്ച് റമദാൻ ഷരീഫിൻ്റെ റഹ്മത്തിൻ്റെ പത്തിര റഹ്മത്തെല്ലാം അള്ളാഹു തആല നൽകി അത് വാങ്ങിക്കൂട്ടി. മഗ്ഫിറത്തിൻ്റെ പത്തിലെ മഗ്ഫിറത്തും വാങ്ങിക്കൂട്ടി. ഇത്ഖിൻ്റെ പത്തായപ്പോൾ അള്ളാഹു തആല അവരെ അള്ളാഹുവിലേക്ക് ഖബൂല് ചെയ്തു, പൂർണ്ണമായി ഇത്ഖാക്കിയിട്ടുണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത്. അള്ളാഹു തആല അവിടത്തിൻ്റെ ദറജ ഏറ്റി ഉയർത്തി കൊടുക്കട്ടെ. അവിടത്തിൻ്റെ മദത് കൊണ്ട് അള്ളാഹു തആല നമ്മെ മുഴുവൻ നന്നാക്കി തരട്ടെ. അവിടത്തിൻ്റെയും അവിടത്തിൻ്റെ മശായിഖുമാരുടെയും കൂടെ ജന്നാത്തുൻ നഈമിൽ വേണ്ടപ്പെട്ടവരോടൊരുമിച്ച് നമ്മെ അള്ളാഹു തആല ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ.